ഹായ് ഓൾ, മിനാഷ് ബ്ലോസമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഹൗ ടു മേക്ക് എ പ്രൊഡക്റ്റീവ് ഡേ. നമ്മുടെ ഒരു ദിവസം എങ്ങനെ ഉൽപാദനക്ഷമമായ ഒരു ദിവസമാക്കി മാറ്റിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യുന്നു, ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് വരുമോ? താങ്ക് യു. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഒരു ദിവസം ഏറ്റവും പ്രൊഡക്റ്റീവായി മാറ്റാൻ കഴിയുന്നതെന്ന് അറിയാമോ? വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു തുടക്കം നന്നായാൽ ആ ജോലിയുടെ പകുതി ചെയ്ത് തീർത്ത ഒരു സംതൃപ്തി നമുക്കുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തുടക്കം നന്നായിരിക്കണം. കഴിയുന്നത്ര രാവിലെ നമ്മൾ എഴുന്നേക്കണം. എഴുന്നേറ്റതിന് ശേഷം കഴിയുമെങ്കിൽ ഒരു 5000 ഒരു 4000 5000 സ്റ്റെപ്പ് ഒന്ന് നടക്കണം. നടന്നതിന് ശേഷം കഴിയുമെങ്കിൽ ഒന്ന് മെഡിറ്റേഷൻ ചെയ്യണം. ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ. പ്രാർത്ഥിക്കുന്നവർക്ക് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുന്നവർക്ക് മെഡിറ്റേഷൻ ചെയ്യാം. ഇതിലേതെങ്കിലും ആകാം. അതിനുശേഷം നല്ലൊരു ചായയൊക്കെ കുടിച്ച് നിങ്ങളുടെ പതിവ് കർമ്മങ്ങളൊക്കെ തീർത്തതിന് ശേഷം വീട്ടിലുള്ളവരെ നന്നായിട്ട് വിഷ് ചെയ്യുക, ഗുഡ് മോർണിംഗ് പറയുക. നിങ്ങൾക്ക് പറയുന്ന ശീലമുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അന്ന് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഒന്നും സംസാരിക്കാതിരിക്കുക. വീട്ടിൽ ചെയ്തു കൊടുക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഇന്ന കാര്യങ്ങൾ ചെയ്തോളൂ, അല്ലെങ്കിൽ പണമോ കാര്യങ്ങളോ കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുത്തതിന് ശേഷം അധികം ഡിസ്കഷൻ രാവിലെ ഉണ്ടാകാൻ പാടില്ല. എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് വൈകിട്ട് വന്നിട്ട് സംസാരിക്കാം എന്ന് മാത്രം പറയുക. അതിനെക്കുറിച്ച് ഒരു കാര്യത്തെക്കുറിച്ചുള്ള വാക്കുതർക്കങ്ങളോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസോ ഉണ്ടാകാൻ പാടില്ല. അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കഴിയുന്നതും രാവിലെ ന്യൂസ് പേപ്പർ വായിക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ന്യൂസ് പേപ്പർ എന്ന് വെച്ചാൽ നെഗറ്റീവ് വാർത്തകൾ ഒഴിവാക്കുന്നതാണ് കഴിവതും നല്ലത്. അതുകൊണ്ട് ന്യൂസ് പേപ്പർ വായന വൈകിട്ടത്തേക്കിന് മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് അതല്ല നിർബന്ധമായും വായിക്കണമെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് വാർത്തകളൊക്കെ ഒഴിവാക്കി നിങ്ങൾക്ക് വാർത്ത വായിക്കാം. അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ അനാവശ്യമായിട്ട് തലേ ദിവസം വന്ന എന്തെങ്കിലും ഒരു നെഗറ്റീവ് മെസ്സേജസ്, അങ്ങനെയൊക്കെയുള്ള മെസ്സേജുകൾ വായിക്കാതിരിക്കുക. നമ്മളിലേക്ക് ഒരു നെഗറ്റീവ് തോട്ട്സ് കൊണ്ടുവരുന്ന ഒരു കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക. ഇപ്പോൾ നമ്മൾ ഓഫീസിലേക്ക് പോവുകയാണെങ്കിൽ തലേ ദിവസം നമുക്ക് നന്നായിട്ട് വഴക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ബോസിൻ്റെ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ സുപ്പീരിയർ ഓഫീസറിൽ നിന്ന്. അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. ഇന്നലത്തെ ദിവസം അത് കഴിഞ്ഞു. ഇന്നത്തെ ദിവസം ഞാൻ ചിന്തിക്കാൻ പോകുന്നത് ഇന്ന് ഞാൻ എത്രയും നന്നായിട്ട് വർക്ക് ചെയ്യാം എന്നുള്ളതാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. ചെന്നാൽ ഉടനെ തന്നെ നമ്മളോട് ദേഷ്യപ്പെട്ടവരെ നമ്മൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിഷ് ചെയ്യുക. തലേ ദിവസം അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെ അവരോട് പെരുമാറുക. അതിനുശേഷം നമ്മുടെ ജോലിയിലേക്ക് കിടക്കുക. നല്ല ആത്മവിശ്വാസത്തോടെ പോവുക. ഇന്ന് എൻ്റെ ദിവസം നന്നായിരിക്കും എന്ന് നമ്മൾ നല്ല ആത്മവിശ്വാസത്തോടെ പോവുക. ഇന്നത്തെ ദിവസം എൻ്റെ ദിവസമാണ്, ഞാനത് വളരെ മനോഹരമായിട്ട് എൻ്റെ വർക്കുകൾ നിർവഹിക്കും എന്ന് പൂർണ്ണമായിട്ട് നമ്മൾ മനസ്സിൽ നമ്മളോട് തന്നെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ട് നമ്മൾ പോവുക. അനാവശ്യമായ വാക്കുതർക്കങ്ങളൊന്നും ഇടപെടാതിരിക്കുക. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് തർക്കിക്കുന്ന ആളുകളുണ്ട്. അവരുമായി കഴിയുന്നതും ദൂരം നമ്മൾ വെക്കുക എന്നുള്ളതേ ഉള്ളൂ. കഴിവതും അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം അങ്ങനെയുള്ളവരോട് സംസാരിക്കുക. അല്ലെങ്കിൽ നമ്മൾ അവരോട് സംസാരിച്ചൊരു പക്ഷേ നമ്മുടെ കുടുംബമൂട് നഷ്ടമാകാനായിട്ട് സാധ്യതയുണ്ട്. അത് മാത്രമല്ല, നമ്മളിപ്പോൾ രാവിലെ എന്ത് ജോലിയാണെങ്കിലും നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് ഒരു വ്യക്തമായ പ്ലാൻ മനസ്സിലുണ്ടായിരിക്കണം. പ്രയോറിറ്റി അനുസരിച്ച് ആദ്യത്തെ ജോലികൾ ചെയ്യണം. നമ്മളോട് ആദ്യം ചോദിക്കുന്ന ഒരു റിപ്പോർട്ടാണെന്നുണ്ടെങ്കിൽ ആ റിപ്പോർട്ടിന്റെ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആക്കി വെച്ചതിന് ശേഷം അടുത്ത ജോലിയിലേക്ക് നമ്മൾ കടക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ നന്നായിട്ട് ആ ഒരു ദിവസം തുടങ്ങാനായിട്ട് സാധിക്കും. പിന്നെ ഓഫീസിൽ നമുക്കുണ്ടാകുന്ന ചില ഇഷ്യൂസ് ഉണ്ട്. കാരണം ഈവൻ കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്നവർക്കാണെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവും, സുപ്പീരിയേഴ്സിൽ നിന്നുള്ള പ്രശ്നം ഉണ്ടാവും. പക്ഷെ അതിനെ നമുക്കൊരു പോസിറ്റീവായിട്ട് കാണാൻ സാധിക്കണം. കാരണം ഇതൊരു വർക്കിംഗ് സൊസൈറ്റിയാണ്. ഓരോരുത്തരും അവരവരുടെ റോൾ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ സുപ്പീരിയേഴ്സ് നമ്മളെ വളരെ ഫ്രീ ആയിട്ട് വിട്ട് കഴിഞ്ഞാൽ, ഒരു കാരണവശാലും അമിതമായ സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റില്ല, നമുക്ക് നന്നായിട്ട് വർക്ക് ചെയ്യത്തില്ല, നമ്മൾ കുറച്ച് മടിയൊക്കെ ആയി പോകും. അപ്പൊ അവരവരുടെ റോള് കൃത്യമായിട്ട് ചെയ്യുന്നു എന്ന് മാത്രം നമ്മൾ വിചാരിച്ചാൽ മതി. നമ്മളാണ് ആ സ്ഥാനത്തെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും സ്കോൾഡ് ചെയ്യേണ്ട സമയത്ത്, നമ്മൾ വഴക്ക് പറയുന്ന സമയത്ത് വഴക്ക് പറയുക തന്നെ ചെയ്യും. അപ്പൊ ഇത്തരം കാര്യങ്ങളെ നമ്മളൊരു പക്വതയോടുകൂടി നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഒരു ദിവസം വളരെ സന്തോഷകരമായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇതേ സമയം തന്നെ നമുക്ക് എന്തെങ്കിലും ഫാമിലി കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അതൊരിക്കലും മറക്കരുത്. കഴിയുന്നതും നമ്മൾ ഉച്ചയൂണിന്റെ സമയത്ത് പറ്റുമെങ്കിൽ ഊൺ കഴിച്ചതിന് ശേഷം പെട്ടെന്ന് വെറുതെ ഒന്ന് വിളിച്ചതാണ് എന്ന് പറഞ്ഞ് നമുക്ക് ഒരു 5 മിനിറ്റ് സംസാരിക്കാം. അതിനുശേഷം വൈകുന്നേരം എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് ചെല്ലാനുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്ന് ചോദിച്ച് ഓക്കെ എന്നാൽ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ നമുക്ക് വൈകിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞ് കൃത്യമായിട്ടും ആ കോള് കട്ട് ചെയ്യുക. ജോലി സമയത്ത് അഡീഷണൽ ആയിട്ട് ഒരു ടെൻഷനോ കാര്യങ്ങളോ എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പൂർണ്ണമായിട്ടും ഇതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മതി. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധ ചെലുത്തുന്നതോടുകൂടി, അതുപോലെ ചെറിയ ചെറിയ ചിട്ടകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നതോടുകൂടി നമുക്ക് നമ്മുടെ ഒരു ദിവസം
വളരെ നന്നായിട്ട് വളരെ പ്രൊഡക്റ്റീവായിട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് വളരെ പ്രയോജനകരമായിട്ട് തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. വീണ്ടും കാണുന്നവരെ താങ്ക് യു.